ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ബിഗ് ബോസ് 7 എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ ചേക്കേറി കഴിഞ്ഞു. ഓരോ ദിവസവും നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾക്കായിട്ട് ഇമ വെട്ടാതെ കാത്തിരിക്കുകയാണ് മലയാളികൾ. അതിനിടെ ബിഗ് ബോസ് താരങ്ങളുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വമ്പൻ ട്വിസ്റ്റാണ് ബിഗ് ബോസ് വീട്ടിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗസിൽ കയറിയ ആദ്യ ദിനം തന്നെ ചില വാക്ക് തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായി. 19 മത്സരാർത്ഥികളും 20 വ്യക്തികളും 100 ദിവസവും. ഈ ദിവസങ്ങളിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്ന് കാണാൻ ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരും അല്ലാത്തവരും ഇപ്പോൾ ബിഗ് ബോസിന്റെ ഹൗസിനകത്തുണ്ട്. പലരും ഇതിനകം തങ്ങളുടെ സ്ട്രാറ്റജികളും ഗെയിമുകളും ആരംഭിച്ചുവെങ്കിലും ചിലർ ഇപ്പോഴും പതുങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരക്കാരെ പോർവിളിയുമായിട്ട് രംഗത്തെത്തുമോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 ആദ്യ എവിക്ഷനിലുള്ളത് 8 മത്സരാർത്ഥികളാണ്. ശൈത്യ, രഞ്ജിത്ത്, ജിസേൽ, നെവിൻ, രേണു, ആര്യൻ, അനുമോൾ, ശാരിക എന്നിവരാണ് അവർ. പ്രേക്ഷകർ തീരുമാനിക്കുന്ന വിധി മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ അറിയാനാകും. എവിക്ഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ടീം പുറത്തുവിട്ട പുതിയ പ്രൊമോ ഏറെ ശ്രദ്ധ നേടുകയാണ്. പ്രേക്ഷകർ വോട്ടുകൾ കൃത്യമായും ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നത്, അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. കൂലി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക എന്നത്. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത്. അച്ചാളം ഭാസികളെയും PR രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത്. സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം. കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ. എന്നാലേ എൻഗേജിങ് ആകും, എന്റർടൈനിങ്ങും ആകും. പ്രതികരിക്കുന്നവരെ, നിലപാടുള്ളവരെയും എവിക്റ്റ് ആക്കി അലസന്മാരെയും അർഹത ഇല്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. അന്നേരം അയ്യോ ഈ സീസൺ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന പരാതിയും പൊക്കി വന്നേക്കരുത്. ഞങ്ങളുടെ കൂടെ പ്രേക്ഷകർക്കും പണിയെടുത്താലേ പണി 7ന്റെ പണിയാകും. അത് ഓർമ്മ വേണം. അപ്പോ സവാരി ഗിരിഗിരി എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. ആരാകും അല്ലെങ്കിൽ ആരൊക്കെയാകും ആദ്യത്തെ എവിക്ഷനിലൂടെ ബിബി ഹൗസിന് പുറത്തു പോകുക എന്ന് വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അറിയാൻ സാധിക്കും.